സിമ്രാൻഗഡ് എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സമീർ എന്ന് പേരുള്ള ഒരു വ്യക്തി സമൂസ വിറ്റ് തന്റെ ജീവിതം നയിച്ചു വന്നു. ഈ ഷമീറിന്റെ കടയുടെ എതിരിലായിട്ട് സിയോഗ് എന്ന് പേരുള്ള ഒരു വ്യക്തി പാനിപൂരി കടയിട്ടിരുന്നു. പിന്നെന്താണ്, നിന്റെ പാനിപൂരി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പോഴൊക്കെ നിന്റെ കടയിൽ ആരും വരുന്നത് പോലെ തോന്നുന്നില്ലല്ലോ. അതാണെങ്കിൽ എന്റെ കടയിൽ കുറെ പേര് സമോസ കഴിക്കാൻ കുറെ പേര് പഴക്കപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ നോക്ക് സമീർ ചേട്ടാ, നിങ്ങളുടെ കട എന്റെ കടയുടെ മുമ്പിലാണുള്ളത്. നിങ്ങളുടെ കടയിൽ ആൾക്കാർ വരുന്ന പോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ. അപ്പൊ ജനങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു പക്ഷെ നിങ്ങളുടെ സമോസ കഴിക്കുന്നോണ്ട് അവർക്ക് വയറുവേദന വല്ലത് വരുന്നുണ്ടോ? രണ്ടുപേരും അവരവരുടെ വഴി നോക്കി തിരിച്ചുപോയി. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. പിന്നെ നഗരത്തിൽ നിന്നും പൂനം എന്ന് പേരുള്ള ഒരു പെണ്ണ് ഗ്രാമത്തിനകത്തേക്ക് പ്രവേശിച്ചു. പൂനം ഗ്രാമത്തിലേക്ക് വന്നതു മുതൽ ജനങ്ങൾ സിയോഗിന്റെ പാനിപൂരിയും കഴിക്കാറില്ല, പിന്നെ സമീറിന്റെ സമൂസയും കഴിക്കാറില്ല. ഒരു ദിവസം അവർ രണ്ടുപേരും വീണ്ടും വഴിയിൽ കണ്ടുമുട്ടി. ചേട്ടാ സുയോഗ്, നിങ്ങളുടെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പൊ എന്ത് പറയാനാ സമീർ, ഇപ്പോഴൊക്കെ പാനിപൂരി കഴിക്കാൻ ആരും വരുന്നില്ല. പെട്ടെന്ന് എന്റെ കച്ചവടം എങ്ങനെയാ കുറഞ്ഞെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യാമോന്നും അറിയില്ല. എനിക്ക് അങ്ങനെ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ, ഏതോ ഒരു പൂനം എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടോ അല്ലേ? അവരേതോ പുതിയ പലഹാരം ഉണ്ടാക്കിയിട്ട് ഗ്രാമത്തിൽ വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നാ വാ, നമുക്ക് എന്താ പോയി നോക്കാം. സമീറും സിയോഗും ചേർന്ന് പൂനമിന്റെ കടയിലേക്ക് പോയി. അവർ ചെന്ന് നോക്കിയപ്പോൾ പൂനം നല്ല റൗണ്ട് ആകൃതിയിലുള്ള എന്തോ ഒരു മിഠായി ചെയ്ത് വിൽക്കുകയായിരുന്നു. പൂനം മാഡം, നിങ്ങൾ എന്താ റൗണ്ട് ആയിട്ട് എന്തോ വിറ്റോണ്ടിരിക്കുന്നുണ്ടല്ലോ? ഇതാണ് മോമോസ്, അറിയില്ലേ? ഞാനിത് നഗരത്തിൽ ചെന്ന് പഠിച്ചിട്ട് വന്നതാണ്. ഞാൻ എപ്പോൾ എന്റെ കട തുറന്നോ അപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം എന്റെ കടയിലേക്ക് വന്ന് ഈ മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഗ്രാമത്തിൽ ആരും സമൂസയും പാനിപൂരിയും കഴിക്കുകയില്ല. നിങ്ങൾ ഈ ഗ്രാമത്തിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഗ്രാമത്തിൽ മര്യാദയ്ക്ക് ഈ മോമോസ് കട നിങ്ങൾ മൂടിയേക്കണം. നിങ്ങളുടെ ഈ മോമോസ് കട തുടങ്ങിയത് കൊണ്ടാണ് എന്റെ പാനിപൂരി കടയിൽ ആരും വരാത്തത്. അവൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഈ മോമോസ് കട തുടങ്ങിയതുകൊണ്ട് എന്റെ കടയിൽ വന്നിട്ട് ആരും സമോസവും കഴിക്കുന്നില്ല. എന്നെ കൊണ്ട് മോമോസ് വിൽക്കുന്നത് നിർത്താനാവില്ല. നിങ്ങൾ രണ്ടുപേരും ജോക്ക് അടിച്ചത് മതി. എന്നാ പോകൂ, എനിക്ക് മോമോസ് വിൽക്കാനുണ്ട്. വന്നിരിക്കുന്നു എന്നെ പേടിപ്പിക്കാൻ. ഷമീറും പിന്നെ സുയോഗും അവിടെ നിന്നും തിരിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ നിന്നും അവർ രണ്ടുപേരും സംസാരിച്ചു. എന്റെ അടുത്ത് ഒരു നല്ല സൂത്രമുണ്ട്. ആ പെണ്ണെ എങ്ങനെ ഈ നഗരത്തിൽ പോയിട്ട് മോമോസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെന്നോ അതേപോലെ തന്നെ നമ്മൾ നഗരത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വരണം. ആ പൂനത്തിന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും തീർച്ചയായിട്ടും ഒന്നിച്ച് ചെയ്തേ പറ്റുള്ളൂ. എന്താ നീ പറയുന്നത്? ശരി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാം. സമീറും സുയോഗും നഗരത്തിനെ നോക്കി നടക്കാൻ തുടങ്ങി. അവർ പോകുന്ന വഴിയിൽ വലിയ കാടുണ്ടായിരുന്നു. അവർ ആ കാട്ടിനകത്തുകൂടി നടന്നുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ സമീർ കാല് തെറ്റി താഴേക്ക് വീണു. പിന്നെ അതൊരു വലിയ കുഴിയായിരുന്നു. എടാ സമീർ, നീ എന്തിനാ ഈ കുഴിയിൽ വീണത്? ഈ കുഴി എവിടുന്നാ വന്നത്? തീർച്ചയായിട്ടും ഏതോ ഒരു വേട്ടക്കാരൻ ഒരു മൃഗത്തിനെ പിടിക്കാൻ വേണ്ടി ഈ കുഴി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുഴിക്കകത്തുനിന്ന് സമീർ സുയോഗിനെ വിളിച്ചു. സുയോഗ്, നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു പുതിയ ലോകം തന്നെ ഉണ്ട്. അവൻ ആ കുഴിക്കകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് വളരെ ഭംഗിയുള്ള ഒരു ലോകമുണ്ടായിരുന്നു. അവിടെ കണ്ണിന് കാണുന്ന ദൂരം വരെ ഒരുപാട് വെളിച്ചത്തോടെ ഉരുളക്കിഴങ്ങ് ചെടികൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഈ കാഴ്ച കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു സന്യാസി വന്നത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ? അത് പിന്നെ ഞങ്ങൾ നഗരം നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയാണ്ട് ഈ കുഴിയിൽ വീണു പോയത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ താഴെ വീണപ്പോഴാണ് നോക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ലോകം തന്നെ ഉണ്ടല്ലോ. പിന്നെ വളരെ വളരെ ദൂരം തന്നെ വലിയ ഉരുളക്കിഴങ്ങ് തോട്ടം ഉണ്ടല്ലോ. ഇതൊന്നും സാധാരണ ഉരുളക്കിഴങ്ങ് തോട്ടമല്ല. ഈ ഉരുളക്കിഴങ്ങ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തരും. ഒരു പക്ഷേ ഇതാണ് കാര്യം എന്ന് വെച്ചാൽ എനിക്കും കഴിക്കാൻ ഒരു ഉരുളക്കിഴങ്ങ് തരാൻ പറ്റുമോ? എനിക്കും ഒരു ആഗ്രഹമുണ്ട്. എനിക്കും എൻ്റെ പാനിപൂരി കട മൊത്ത ഗ്രാമം മുഴുവനും ഫേമസ് ആവണം. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സമോസ കട ഈ ഗ്രാമം മുഴുവനും നന്നായിട്ട് ഫേമസ് ആവണം. ആ മോമോസ് കാരിനെക്കാട്ടും വലുതാകണം. പക്ഷേ എനിക്ക് നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്ന ഉരുളക്കിഴങ്ങ് തരാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മറ്റൊരാളായിട്ട് നല്ല അസൂയയുണ്ട്. ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഈ ഉരുളക്കിഴങ്ങ് തരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരം വിട്ടിട്ട് ഒന്നിച്ചു ചേർന്നിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അവർ രണ്ടുപേരും മാറി മാറി നോക്കി. പിന്നെ ആ സന്യാസി പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ചു.
സാധു അവർ രണ്ടുപേർക്കും ഒരു ഉരുളക്കിഴങ്ങ് രണ്ടായി മുറിച്ച് പാതി പാതി നൽകി. ഇപ്പൊ പകുതി ഉരുളക്കിഴങ്ങ് നീ കഴിക്കൂ, അതിന്റെ പകുതി നീ കഴിച്ചോളൂ. പിന്നെ ഒന്നിച്ചു ചേർന്ന് തന്നെ നിങ്ങൾ ആഗ്രഹം ചോദിച്ചോളൂ. ഞങ്ങൾ ഗ്രാമത്തിലെ രണ്ടുപേരും നന്നായിട്ട് ചേർന്നിട്ട് സമോസ പാനിപൂരി നന്നായിട്ട് വിൽക്കണം. ഉരുളക്കിഴങ്ങിനോട് ആഗ്രഹം പറഞ്ഞതും രണ്ടുപേരും വീണ്ടും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. അവരവരുടെ കടയിലേക്ക് തിരിച്ചു പോയപ്പോൾ അവർ രണ്ടുപേരുടെയും കടയുടെ നടുകിലായി ഒരു ഉരുളക്കിഴങ്ങ് ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ ഒരുപാട് ഉരുളക്കിഴങ്ങുകൾ വളർന്നിരുന്നു. ഈ ഉരുളക്കിഴങ്ങ് എങ്ങനെയാ മരത്തിൽ വളരുന്നത്? നമ്മൾ ഇന്നലെ ആഗ്രഹിച്ച വേണ്ടിയ പലനാണ് ഈ ഉരുളക്കിഴങ്ങ് മരം. ശരി, ഇതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് പറിക്കാം. ഞാൻ ഇതിൽ നിന്ന് സമോസ ഉണ്ടാക്കാം. പിന്നെ നീ ആ സമോസയിൽ പാനിപ്പൂരി വിൽക്കുന്ന വെള്ളം എടുത്തിട്ട് കലർന്നിട്ട് മക്കൾക്ക് നീ വിൽക്കാൻ നോക്കൂ. ഷമീർ മരത്തിലുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് സമൂസ ചെയ്തു. പിന്നെ സുയോഗ് പാനിപൂരി ചെയ്യാനായി തയ്യാർ ചെയ്തു. എല്ലാം തയ്യാറായതിനു ശേഷം അവർ രണ്ടും ഒന്നിച്ചു ചേർത്ത് സമൂസ പാനിപൂരി വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചു ജോലി ചെയ്യാൻ തുടങ്ങി. വരൂ വരൂ, സമോസ പാനിപ്പൂരി ഒന്ന് കഴിച്ചോളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങൾ തന്നെ വന്ന് കഴിച്ചു നോക്കൂ. അപ്പോഴാണ് അവിടേക്ക് ഒരു സ്ത്രീ നടന്നു വന്നത്. സമൂസ പാനിപൂരി, ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഒരു പ്ലേറ്റ് തരൂ നോക്കട്ടെ. സുയോഗ് സമൂസ എടുത്ത് അതിന്റെ നടുയിൽ ഒരു ഓട്ടയിട്ട് അതിൽ മധുരം പിന്നെ പാനിപൂരി വെള്ളം ഒഴിച്ച് ഒരു പ്ലേറ്റ് സമൂസ പാനിപൂരി അവർക്ക് നൽകി. അത് വാങ്ങി ആ സമൂസ പാനിപൂരി അവർ കഴിച്ചു നോക്കിയതും തന്നെ അവർ ആകെ മതി മറന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇത്രയും രുചിയുള്ള യാതൊരു സാധനവും കഴിച്ചിട്ടില്ല. ചേട്ടാ, ഇത് വളരെ രുചികരമാണ്. എനിക്ക് ഇനിയും ഒരുപാട് പ്ലേറ്റ് തരൂ. പിന്നെ 10 പ്ലേറ്റ് വീട്ടിലേക്ക് പാക്ക് ചെയ്ത് തരൂ. ശരി, ഇപ്പൊ തന്നെ തരാം. പതുക്കെ പതുക്കെ ഗ്രാമത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സമീറിന്റെയും സുയോഗിന്റെയും പാനിപൂരിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ മൊത്തം ഗ്രാമവും സമൂസ പാനിപൂരിക്ക് അടിമകളായി മാറി. അത് സിമ്രാൻ ഖണ്ഡിൽ മാത്രമല്ല, ഒരുപാട് ദൂരെയുള്ള ഗ്രാമങ്ങളിലും പ്രസിദ്ധമായി മാറി. പക്ഷെ ഒരേ ഒരാൾക്ക് മാത്രം അവരോട് അസൂയ തോന്നി. ഇപ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്റെ കടയിലേക്ക് ഇപ്പോൾ ആരും വരുന്നില്ലല്ലോ. ആരും മൊമോസ് കഴിക്കുന്നുമില്ല. എല്ലാരും സമൂസ പാനിപൂരി കഴിക്കാൻ പോകുന്നു. പിന്നെ ഈ സമൂസ പാനിപൂരി എത്ര വ്യത്യാസമായിരിക്കുന്നു. പൂനം തന്നെ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് സൂരജ് ദലാൽ വന്നുകൊണ്ടിരുന്നത്. എന്തു പറ്റി പൂനം മാഡം? നിങ്ങളുടെ മോമോസ് വിൽക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇത്ര വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കാനാ? എത്ര കഷ്ടപ്പെട്ട് ഞാൻ നഗരത്തിലേക്ക് ചെന്ന് മോമോസ് ചെയ്യാൻ പഠിച്ചുകൊണ്ടുവന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ വ്യാപാരം മൊത്തത്തിൽ നശിച്ചു പോകും. അവരുടെ രണ്ടുപേരുടെ രഹസ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ? എന്നോട് പറയൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം? എല്ലാം ഞാൻ പറയാം. ധൈര്യമായിട്ട് നിന്നോളൂ. ഞാൻ നിങ്ങൾക്ക് സഹായിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന പണം നിങ്ങൾ തന്നേ പറ്റുള്ളൂ. ശരി ശരി, തരാം. സൂരജ് പൂനത്തിന് ആ ഉരുളക്കിഴങ്ങ് മരത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടി ചേർന്ന് സമീർ പിന്നെ സിയോഗിന്റെ സമൂസ പാനിപൂരി കടയെ ആ ഗ്രാമത്തിൽ നിന്നും ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. സമയം രാത്രിയായി. സമീർ, സുയോഗ് രണ്ടുപേരും കട പൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവരവിടെ നിന്നും പോയതും തന്നെ അവിടേക്ക് പൂനമും സൂരജും വന്നു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞിരുന്ന ആ മരം ഇതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഈ മരം പെട്ടെന്ന് ഒരു ദിവസം തന്നെ വളർന്നതാണ്. ഈ മരത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങ് പറിച്ചിട്ടാണ് അവര് സമോസ പാനിപൂരിയും ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ഉരുളക്കിഴങ്ങ് വിളയുന്ന മരത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇതിൽ തീർച്ചയായും എന്തോ മാന്ത്രികതയുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഇതിനെ ഇവിടെ തന്നെ നശിപ്പിച്ചു കളഞ്ഞേക്കാം. പിന്നെ നോക്കാം അവരെങ്ങനെയാണ് സമൂസ പാനിപൂരി വിൽക്കുന്നതെന്ന്. രണ്ടുപേരും ചേർന്ന് പെട്ടെന്ന് ആ മരം വെട്ടാൻ തുടങ്ങി. രണ്ടുപേരും ഒരുപാട് ക്ഷീണിച്ചു പോയി. പൂനം മാഡം, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള മരം നമുക്ക് നാളെ വെട്ടിയേക്കാം. പുലരാൻ പോവുകയാണ്. ആരെങ്കിലും നമ്മൾ വെട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു വലിയ പ്രശ്നം തന്നെ ആവും. നീ പറഞ്ഞത് ശരിയാണ്. ശരി, വാ, നമുക്കിവിടെ നിന്ന് പോകാം. നാളെ വന്ന് നമ്മൾ നമ്മുടെ ജോലി ചെയ്യാം. രണ്ടുപേരും അവിടെ നിന്നും തിരിച്ചുപോയി. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചതും തന്നെ സമീറും പിന്നെ സിയോഗും അവരുടെ കട തുറക്കാനായി അവിടേക്ക് വന്നപ്പോൾ അവർ ശ്രദ്ധിച്ചു, അവരുടെ മരം പാതി വെട്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ സൂര്യന്റെ പ്രകാശം ആ മരത്തിൽ കൊണ്ടതും തന്നെ മരം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി. ഞാൻ കണ്ടത് നീ തന്നെ കണ്ടോ? ആ, ഞാനും കണ്ടിരുന്നു. ഈ മരം അത് തന്നെ എങ്ങനെ ശരിയായെന്ന് കണ്ടില്ലേ? പക്ഷെ ഈ മരം ആരാണ് വെട്ടിയിട്ടുണ്ടാവുക?
അവരവരുടെ കട തുറന്നു. പിന്നെ സമൂസ പാനിപൂരി വിൽക്കാനും തുടങ്ങി. നേരം സന്ധ്യയായി. അന്ന് രാത്രിയുമായി. സമീറും സുയോഗും കട മൂടിയിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോയി. രാത്രി ഇരുട്ടായപ്പോൾ പിന്നെയും പൂനമും സൂരജും ആ മരത്തിനടുത്തേക്ക് വന്നു. അല്ല, നമ്മൾ ഈ മരം കട്ട് ചെയ്തത് കണ്ടില്ലല്ലോ. അല്ല, ഇതെങ്ങനെയാ ശരിയായത്? ഇപ്പോൾ എങ്ങനെയാ നമ്മൾ തിരിച്ചും ഇത് വെട്ടുന്നത്? നിങ്ങളൊന്നും വിഷമിക്കണ്ട പൂനം മാഡം. എന്റെ അടുത്ത് ഇന്നൊരു നല്ല ഐഡിയ ഉണ്ട്. നമ്മൾ ഈ മരത്തിന് തീ അങ്ങ് വെച്ചേക്കാം. മരം ഉണ്ടായാലല്ലേ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുള്ളൂ. പൂനവും സൂരജും ഒരു തടി കഷ്ണത്തിൽ തീ കത്തിച്ചു. അവർ ആ മരത്തിൽ തീ വെച്ചതും തന്നെ എന്തു സംഭവിച്ചെന്നാൽ ആ മരത്തിന്റെ വേര് അവർ രണ്ടുപേരെയും ആ മരത്തിനകത്തേക്ക് വലിച്ചെടുത്തു. അടുത്ത ദിവസം രാവിലെ സമീറും സുയോഗും അവിടേക്ക് വന്നപ്പോൾ അവരവിടെ നോക്കിയപ്പോൾ ഒരു മരത്തിന് പകരം 3 മരം ഉണ്ടായിരുന്നു. അത്ഭുതം തന്നെ. ഇത്രയും കാലമായിട്ട് ഒരു മരം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 ഉണ്ടല്ലോ.